ഹായ്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേങ്കിൽ ദൈവത്തിന് എപ്പോഴും ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെക്കാട്ടിൽ ഒരു 10 മടങ്ങ് അധികം നമുക്ക് തരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കരുത് നമ്മൾക്ക് ദൈവം തരുന്നത്. പ്രാർത്ഥിക്കുന്നതിലും വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും നമ്മൾ അപേക്ഷിക്കുന്ന തന്നെ കിട്ടണമെന്നില്ല, അല്ലേ? അതിനകത്ത് മാറിയും തിരിഞ്ഞൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ എത്ര ചോദിച്ചാലും ദൈവം തരത്തില്ല. ആ തരാത്തതിൻ്റെ കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല, അതിൽ നിന്ന് നമുക്ക് വലിയ നന്മയൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് ദൈവം മുൻകൂട്ടി കണ്ടിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്താ ആദ്യമേ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ ലൈഫിൽ നടന്ന വലിയൊരു ടെസ്റ്റ് മണി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ വലിയൊരു സാക്ഷ്യം എൻ്റെ കൂട്ടുകാരുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം വേറെന്ന് വെച്ചാൽ എനിക്കിന്നിപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർ വേണ്ടി ഷെയർ ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ചാനലുണ്ട്, എനിക്ക് എൻ്റെ ഒരു പേജുണ്ട്. അതിലൂടെ എൻ്റെ സങ്കടങ്ങളായാലും എൻ്റെ സന്തോഷങ്ങളായാലും എൻ്റെ ജീവിതത്തിൽ എന്തായാലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അത് ചില സമയങ്ങളിലൊക്കെ നമ്മളത് കാര്യമാക്കാതെ അത് എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് വിടുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അല്ലേ? പക്ഷേങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും സാധിക്കാത്തൊരു സംഭവമാണ് ഇന്നലെ എൻ്റെ ലൈഫിൽ നടന്നത്. വേറൊന്നുമല്ല, ഇന്നലെ രാവിലെ ക്രിസ്മസിൻ്റെ ചർച്ചിൽ പ്രെയർ ഉണ്ടായിരുന്നു, കുർബാന ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് 5:30 ഞങ്ങൾ ചർച്ചിൽ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ചർച്ചിൽ പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഇറച്ചിക്കടയിൽ പോയി ഇറച്ചിയൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെങ്ങും വണ്ടി നിർത്തിയതൊന്നുമില്ല. അങ്ങനെ ഡയറക്റ്റ് വീടിൻ്റെ മുന്നിൽ വന്നിട്ടാണ് വണ്ടി നിർത്തിയത്. വണ്ടി നിർത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. എൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ സീറ്റിൻ്റെ ബാക്കിൽ ഒരു എന്താ പറയുക, ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിനകത്ത് അങ്ങനെ ഡ്രസ്സ് കുരുങ്ങിയിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സംഭവം അതല്ലായിരുന്നു. സംഭവം വേറൊന്നുമല്ല, എൻ്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛയുടെ ബുള്ളറ്റിനകത്ത് അടിഭാഗത്ത് ഫുള്ള് ചുറ്റി അങ്ങനെ അവിടെ ടൈറ്റായിട്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സ് പിന്നെ അച്ഛയുടെ വണ്ടിയുടെ വീലിൻ്റെ ചക്രമല്ലല്ലോ എന്തായാലും പറയുന്നത്, ആ ചെയിനകത്ത് ഇങ്ങനെ ഫുള്ള് ചുറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കമ്പിയും ഈ തുണിക്കകത്ത് ഇങ്ങനെ ഇറങ്ങി ചുറ്റി ഇവിടെ ടൈറ്റായിട്ട് താഴ്ഭാഗം ഇരിക്കുക. അത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലായിരുന്നു ഞാൻ പോവാറ്. ഇന്നലെ പിന്നെ വെളുപ്പിനായിരുന്നു ആരാധന. പിന്നെ വെച്ചാൽ ഞങ്ങൾ വേറെ വണ്ടി പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ അപ്പൂസിന് സൺഡേ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ അപ്പൂസിനെ കൊണ്ട് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ബിരിക്കുട്ടൻ എൻ്റെ മൂത്ത മകൻ ഇറങ്ങാൻ ലേറ്റാവും. അതുകൊണ്ട് അച്ഛയ്ക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് അച്ഛൻ അച്ഛൻ വണ്ടി എടുത്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പള്ളിയിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ലാസ്റ്റാണ് എൻ്റെ മൂത്ത മകൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേര് 3 സമയത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പള്ളിയിൽ പോവാറ്. അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. രാവിലെ എല്ലാവരും കറക്റ്റായിട്ട് ഒരുങ്ങി. അപ്പോൾ ഞാനും അച്ഛൻ കൂടെ അച്ഛയുടെ ബുള്ളറ്റിൽ അങ്ങ് പോയി. അത് കഴിഞ്ഞ വെച്ചും പിന്നെ ഇവർ ചേട്ടനും അനിയനും കൂടെ അവരെ മൂത്തവൻ അവൻ്റെ വണ്ടിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഞാനീ പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി ആക്ച്വലി പറയുകയെന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വരെ എത്തേണ്ടുന്ന ഒരു സാധ്യത ആയിരുന്നില്ല. അത് എവിടെയോ ദൈവം എന്നെ കരുതിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലെ കരുതിയില്ലായിരുന്നു ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിങ്ങളോട് വർത്തമാനം പറയത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഈ തുണി ഇങ്ങനെ ആ വീലിനകത്ത് ഇങ്ങനെ ചുറ്റി ആവുന്ന സമയത്ത് നമ്മളുടെ ബാലൻസ് പോയിട്ട് നമ്മൾ പുറകിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ദൈവം എന്നെ എങ്ങും വീഴ്ത്താതെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തും വരെ എന്നെ ഭദ്രമായിട്ട് ദൈവം അവിടെ കാത്തു. അത് എത്രത്തോളം ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അച്ഛൻ പിന്നെ എന്താ ചെയ്ത്, വണ്ടി പതിയെ പുറകിലോട്ട് തിരിച്ച് ആ വീലിനെ ഇങ്ങനെ കറക്കി ആ ചെയിനകത്ത് നിന്ന് എൻ്റെ ഡ്രസ്സ് ഊരിയെടുത്ത്. പക്ഷേങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡ്രസ്സായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് പിന്നെ ആ വീലിനകത്ത് നിന്ന് ഇങ്ങനെ ഊരിയെടുത്തപ്പോൾ എനിക്ക് സങ്കടം സഹിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു ഡ്രസ്സായത്. ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പം ഈ സൈഡിൽ നിന്നും ഈ ഡ്രസ്സ് ആക്ച്വലി ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സിൻ്റെ 2 സൈഡ് വന്നിട്ട് ഇങ്ങനെ ലെങ്ത് കൂടുതലാണ്. ഇങ്ങനെ ഈ ഒരു ഫെദർ ടൈപ്പാണ് ഈ ഡ്രസ്സ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആ വീലിനകത്ത് ഫുള്ള് ചുറ്റിയിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് ഇത് ഫുള്ള് ഓയിലായിരുന്നു. എനിക്ക് ആ ഫുള്ള് ഓയിൽ പിടിച്ച ഈ ഡ്രസ്സ് കണ്ടപ്പം എനിക്കങ്ങ് സങ്കടം സഹിച്ചില്ല. അങ്ങനെ പിന്നെ ഇന്നലെ ഇത് ഞങ്ങൾ
ക്ലീൻ ചെയ്തെടുത്തത്. പക്ഷേ പിന്നെ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്കായി നിൽക്കുന്ന സമയത്തൊക്കെ ആക്ച്വലി അതിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് അത് കാണുമ്പോൾ മനസ്സിലായതിനായിരുന്നു. ആ ഡ്രസ്സ് മുഴുവനും അങ്ങ് ഫുള്ള് ഓയിലായിട്ട് പിന്നെ എന്താ പറയുന്നത് ഇതായി. ഞാൻ വിചാരിച്ചു ഡ്രസ്സിൽ നിന്ന് ഓയിൽ കഴുകിയെടുക്കാൻ പോലും പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ അതെല്ലാം ഓയിലൊക്കെ കഴുകിയെടുത്തു. അതിനെക്കാട്ടിൽ ഈ തുണി ഈ ഭാഗം മുഴുവൻ ഇതിനകത്തങ്ങ് കയറിയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരോട് പറയാനെ കൊണ്ട് ഒരു പിന്നെ ത്രെഡ് പോലും ഇതിൻ്റെ ഊരിയിട്ടില്ല. എങ്ങും ഒരു പിന്നെ ഹോള് പോലും വീണിട്ടില്ല. ആ ചക്രത്തിൻ്റെ ഉള്ളിൽ അത്രയും തിരിഞ്ഞ് കയറിയിട്ടും ഈ ഡ്രസ്സിന് ഒരു പിന്നെ എന്താ പറയുക ചെറിയൊരു ഓട്ട പോലും ഉണ്ടായിട്ടില്ല. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും എൻ്റെ ദൈവം എൻ്റെ ചാര എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ പോകുന്ന പോക്കിലും വരുന്ന വരവിലൊക്കെ എന്നെ ഇങ്ങനെ എന്താ പറയുന്നത് കൈവെള്ളയിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ദൈവം ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് ഞാനൊന്ന് പറഞ്ഞതാണ്. ജീവിതത്തിൽ നമ്മൾ പല സമയങ്ങളിലും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. ദൈവം എന്തേ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ദൈവം എന്താ എന്നെ കാണാത്തത്, ദൈവം എന്താ എൻ്റെ സങ്കടം അറിയാത്തതെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്നലെ ഐശ്വര്യ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിന് മുന്നേ വരെ ആ വണ്ടിയിൽ എന്നെ ഭദ്രമായിട്ട് കാത്തു കൊണ്ടുവന്ന ദൈവത്തിന് എത്ര നന്ദി പറയണം, എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിലും വലുതായിട്ടൊക്കെ എന്താ വേണ്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലൂടെയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിൽ കിട്ടാറില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനും പരമായിട്ട് ദൈവം നമുക്ക് തരാറുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ആ വണ്ടിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ബുള്ളറ്റിൽ ഞാൻ കയറൂല, നിങ്ങളുടെ വണ്ടി കയറിയിട്ടാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് അന്നേരം ആ ഡ്രസ്സൊന്ന് പിന്നെ അഴുക്കായതിൻ്റെയും അതിൻ്റെ ഡ്രസ്സ് മുഴുവനും ഓയിലായതിൻ്റെയൊക്കെ ആ ഒരു സങ്കടമൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം പ്രകടിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനകത്തുനിന്ന് റിയലൈസ് ചെയ്ത് നോക്കിയത്. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, ഇത് ഒന്നും വേണ്ട, ഈ ഡ്രസ്സ് നീ ഇങ്ങനെ ചുറ്റി ഇതിനകത്ത് ഇത്രയും ഇത് ചെയ്തിട്ട് നീ എപ്പോഴോ നീ ബാക്കിലോട്ട് വീഴേണ്ടുന്ന സമയം കഴിഞ്ഞു. പക്ഷേ ആ ഡ്രസ്സ് ആ ചക്രത്തിൽ കുരുങ്ങിയിട്ടും നിന്നെ ഇവിടെ സേഫായിട്ട് എത്തിക്കാനെ കൊണ്ട് സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കാഠിന്യം എന്താണെന്നുള്ളത് മനസ്സിലായത്. പക്ഷേങ്കിൽ എന്നെ സേഫായിട്ട് കൊണ്ടെത്തിച്ചത് ഡ്രൈവ് ചെയ്ത ആളല്ല, അതിലും വലിയൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഒന്നും സംഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സാക്ഷ്യമായിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിച്ചില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത് കിട്ടിയില്ല എന്ന് ഭാരപ്പെടേണ്ട ഒരു ആവശ്യമില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ത് വേണ്ടാന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും എന്ത് സങ്കടം വന്നാലും അവിടെ നമ്മൾ താണു പോവില്ല, വീണ് പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അത്ര വലിയ സങ്കടമൊന്നും ദൈവം നമുക്ക് തരത്തില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ തരത്തുള്ളൂ. നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്കുള്ള വേദന ദൈവം തരത്തില്ല. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിച്ചാൽ മതി. ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പരിഭവം പറയാതെ ദൈവത്തിന് നന്ദി പറയാനെ കൊണ്ട് നമ്മൾ ഓർക്കുക. ഈ പറഞ്ഞ ഞാനായാൽ കൂടി എന്നെ ചേർത്താ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഈ ഒരു ടെസ്റ്റിമണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ദൈവം ചെയ്ത ആ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലായിരുന്നു, ഇന്ന് ഈ ഭൂമി ഞാൻ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.